Assalamu alaikum wa rahmatullahi wa barakatuh. A man, he must be called the savior of humanity. I believe that if a man like him were to assume the dictatorship of the modern world, he would succeed in solving its problem in a way that would bring it much needed peace and happiness. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റുകാരനായ ബെർണാഡ് ഷാ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, ലോകത്തിന്റെ ഭരണാധികാരം പ്രവാചകന്റെ കൈകളിൽ എത്തുകയാണെങ്കിൽ ലോകത്ത് എന്തുകൊണ്ടും കാരുണ്യവും സമാധാനവും എല്ലാ ആളുകൾക്കും ഒരുപോലെ നേടിയെടുക്കാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ഇത്തരത്തിൽ പ്രവാചകനെ വിശേഷിപ്പിക്കാൻ കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും ജനനം മുതൽ മരണം വരെ എല്ലാ നിമിഷങ്ങളും അത്രയേറെ കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ട്, രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ പ്രവാചകൻ ആളുകളോട് പെരുമാറിയിട്ടുള്ളത് അത്രയേറെ സ്നേഹത്തോടെയായിരുന്നു, കാരുണ്യത്തോടെയായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് എത്രയേറെ അക്രമങ്ങളും അനീതികളുമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇന്നും ലോകത്തൊരു വിഭാഗം ആളുകൾ തങ്ങൾ എന്തിനാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് പോലും അറിയാതെ ദൈനംദിനം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലസ്തീൻ ജനതയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സ്വന്തം മാതാപിതാക്കളും മക്കളും തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, ബന്ധുമിത്രാദികൾ തമ്മിൽ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. ആ സമയത്തൊക്കെ പ്രവാചകൻ ലോകത്തോട് സംബന്ധിച്ച ഒരു രീതി വളരെ വ്യത്യസ്തമാണ്, വളരെ കാലോചിതമാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുന്നുണ്ട്, ലൻ തുഅ്മിനു ഹത്താ തർഹമു. നിങ്ങൾ പരസ്പരം കാരുണ്യം കാണിക്കുന്നത് വരെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ, സഹായിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും തന്നെ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. സഹാബാക്കൾ അത്ഭുതപ്പെടുകയാണ്, സഹാബാക്കൾ പരിഭ്രാന്തരാവുകയാണ്. മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നുണ്ട്, അല്ല തങ്ങളെ, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ പരസ്പരം സഹായിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തേ അല്ലാഹുവിന്റെ റസൂൽ ഈ സമയത്ത് ഇങ്ങനെ പറയാൻ കാരണം? കുല്ലുനാ റഹീമുൻ യാ റസൂലല്ലാഹ്. ആ സമയത്ത് പ്രവാചകർ കൊടുത്ത മറുപടി ലോകത്തിന് മാതൃകയാക്കേണ്ടതായിരുന്നു. പ്രവാചകർ അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നഹു ലൈസ ബിറഹ്മതി അഹദികും സാഹിബഹു. ഞാൻ ഒരിക്കലും തന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ബന്ധുക്കൾ തമ്മിലുള്ള, നിങ്ങളുടെ കൂട്ടുകാർ തമ്മിലുള്ള, നിങ്ങളുടെ അയൽക്കാർ തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചല്ല, വലാകിൻ റഹ്മത്തുൽ നാസി റഹ്മത്തുൽ ആമ്മ, ലോക ജനതയോടുള്ള സ്നേഹത്തെ കുറിച്ചാണ്. ലോകത്തെ എല്ലാ ആളുകളെയും സ്നേഹിക്കാനാണ്. ഒരിക്കലും തന്നെ എൻ്റെ സഹോദരനെ മാത്രം സ്നേഹിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബക്കാരെ മാത്രം സ്നേഹിക്കാനോ അല്ല പ്രവാചകർ പഠിപ്പിച്ചത്. വലാകിൻ റഹ്മത്തുൻ നാസി ആമ്മ, ലോകത്തെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുന്നത് വരെ ഒരാളും തന്നെ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്നായിരുന്നു പ്രവാചകന്റെ അധ്യാപനം. അവിടെ ഒരിക്കലും തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു മതത്തെ എടുത്തു പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തെ എടുത്തു പറഞ്ഞിട്ടില്ല. മറിച്ച് എല്ലാ ആളുകളോടും കാരുണ്യം കാണിക്കാനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയായിരുന്നു അവിടുത്തെ ജീവിതവും. നമ്മളൊക്കെ പ്രവാചകന്റെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ ആ രീതിയിൽ ഒരുപാട് സന്ദർഭങ്ങള്, ഒരുപാട് സാഹചര്യങ്ങളെ നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. തന്റെ ജീവിതത്തിൽ 10 വർഷത്തോളം തന്നെ സേവകനായി സേവനമനുഷ്ഠിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ റസൂലിനെ 10 വർഷത്തോളം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് നൽകിയ ഒരു ഉപദേശമുണ്ട്. അവിടുന്ന് പറയുകയാണ്, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഖശ്യൻ ലി അഹദിൻ. പ്രഭാതമാകുന്ന സമയത്തും വൈകുന്നേരമാകുന്ന സമയത്തും ഒരാളോട് പോലും നിന്റെ ഹൃദയത്തിൽ വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ ജീവിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ അതിനെ പിന്തുടരണമെന്നായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ദൂതർ കൊടുത്ത ഉപദേശം. അവിടെ ഈ അഹദിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങളെ തന്റെ ഫത്ഹുൽ ഇലാഹ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരണം നൽകുന്നത് കാണാം. മിനൽ മുസ്ലിമീന അവൽ കാഫിരീന, അത് വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ ഏതൊരാളോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ സ്നേഹത്തോടെ സംവദിക്കാനായിരുന്നു പ്രവാചകന്റെ അധ്യാപനം. പ്രവാചകൻ നിയമിക്കപ്പെടുന്ന കാലഘട്ടം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തെക്കാൾ എത്രയോ മോശപ്പെട്ട ഒരു സമൂഹത്തിലേക്കായിരുന്നു, ഒരു കാലഘട്ടത്തിലേക്കായിരുന്നു അല്ലാഹുവിന്റെ റസൂലിനെ അയക്കപ്പെട്ടത്. അവിടെ നിന്ന് പോലും പ്രവാചകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുതപ്പെടുകയും വായിക്കപ്പെടുകയും നമ്മുടെ ഹൃദയങ്ങളിൽ അത്ഭുതമായി മാറുന്നത് പ്രവാചകൻ പകർന്ന മൂല്യങ്ങളാവാം, പ്രവാചകൻ ആളുകളോട് സംബന്ധിച്ച രീതിയാവാം. അല്ലാഹുവിന്റെ റസൂലിനെ
വളരെ നിർബന്ധമുണ്ടായിരുന്നു. ഒരിക്കലും തന്നെ താൻ കാരണം തൻ്റെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള ഒരാൾ പോലും സങ്കടപ്പെടരുത്, നിരാശപ്പെടരുത് എന്ന് അള്ളാഹുവിന്റെ റസൂലിന് അത്രയേറെ നിർബന്ധമുണ്ടായിരുന്നു. നമ്മുടെ റസൂലിന്റെ ജീവിതത്തിൽ അത്തരത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ കാണാറുണ്ട്. എന്നെ ഏറെ ചിന്തിപ്പിച്ച, എന്നെ ഏറെ വേദനിപ്പിച്ച റസൂലിന്റെ ജീവിതത്തിൽ അത്തരം ഒരു സന്ദർഭമുണ്ട്. ഒരിക്കലും ഇങ്ങനെ സഹാബത്തിനോട് സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ റസൂലിന്റെ അടുക്കലേക്ക് ഒരു പാത്രത്തിൽ മുന്തിരിയുമായി വരികയാണ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങള് അയാൾ നൽകിയ ഓരോ മുന്തിരിയും ഇങ്ങനെ വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ, വളരെ കൗതുകത്തോടെ അയാളെ നോക്കി ഇങ്ങനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സഹാബാക്കൾ വളരെ അത്ഭുതത്തോടെ റസൂലിനെ നോക്കുന്നുണ്ട്. എന്റെ റസൂൽ ഇങ്ങനെ ചെയ്യാൻ കാരണം അള്ളാന്റെ റസൂല് അവിടെ നിന്ന് എന്ത് കിട്ടിയാലും എല്ലാ സഹാബാക്കൾക്കും നൽകുന്നതാണ്, എല്ലാ ആളുകൾക്കും നൽകുന്നതാണ്. പിന്നെ എന്തേ അള്ളാന്റെ റസൂൽ ഇത് മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് ഭക്ഷിക്കാൻ കാരണം? സഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ റസൂൽ ഇങ്ങനെ വളരെ വളരെ മാധുര്യത്തോടെ ഭക്ഷിക്കുന്നത് കണ്ട് അയാളെ തിരിച്ചുപോയി വളരെ സന്തോഷത്തോടെ. അങ്ങനെ സഹാബത്ത് ചോദിച്ചു, അല്ല തങ്ങളെ, ഇത് മാത്രം എന്തേ ഇങ്ങനെ ചെയ്യാൻ കാരണം? റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ആ മുന്തിരി വളരെ കയ്പുള്ള മുന്തിരിയായിരുന്നു. ഒരു പക്ഷേ